ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിഷു പ്രമാണിച്ചും അല്ലാതെയൊക്കെ ആയിട്ട് ഈ ആഴ്ചത്തെ OTT റിലീസുകളുടെ ചാകര തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതും ഹിറ്റ് സിനിമകളും പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രങ്ങൾ തന്നെ ഇതാ ഈ ആഴ്ച OTT റിലീസിനെത്തിയിരിക്കുന്നത്. ഏതൊക്കെ ചിത്രങ്ങളാണ് നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. വിഷു പ്രമാണിച്ചെത്തിയ ചിത്രങ്ങൾ ഒന്നായിരുന്നു ഈ ഒരു വർഷത്തെ ഹിറ്റ് ലിസ്റ്റിൽ നേടിയ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ജിത്തു സതീശൻ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത സംഭവം അധ്യായം 1 എന്ന് പറയുന്ന സിനിമ. അസ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് ഭരതൻ, സെന്തിൽ കൃഷ്ണ, അസം ജമാൽ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനും മികച്ച അഭിപ്രായങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ വിഷുദിനത്തിൽ ചിത്രം ഏപ്രിൽ 15 ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ട് നമുക്ക് ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വിഷു സ്പെഷ്യലായിട്ട് OTT വഴി റിലീസിനെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു അബ് കൈസാ ഹോ എന്ന് പറയുന്ന സിനിമ. ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി വിനയ് ജോസ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അബ് കൈസാ ഹോ എന്ന് പറയുന്ന സിനിമ. 2025 ഫെബ്രുവരി മാസം തിയേറ്ററിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. ഇപ്പോഴത്തെ മനോരമ മാക്സ്, സൈനാപ്ലൈ തുടങ്ങിയ OTT പ്ലാറ്റ്ഫോം വഴി ഈ സിനിമ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിഷു പ്രമാണിച്ച് OTT പ്ലാറ്റ്ഫോം വഴി സ്ട്രീമിംഗ് നടത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ഹാൽ എന്ന് പറയുന്ന സിനിമ. ഷെയ്ൻ നിഗം കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നെങ്കിൽ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഷെയ്ൻ നിഗത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും ചെലവേറിയ ചിത്രങ്ങൾ ഒന്നായിരുന്നു ഹാൽ എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന വീരയായിരുന്നു. സാക്ഷി വൈദ്യയാണ് ചിത്രത്തിൽ നായികയായിട്ട് എത്തിയിട്ടുണ്ടെന്ന്. ജോണി ആന്റണി, നത്ത്, വിനീത് ദീപ് കുമാർ, കെ മധുവാർ, സംഗീത മാധവൻ നായർ, ജോയ് മാത്യു, നിഷാന്ത് സാഗർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം ഇപ്പോഴത്തെ സൺനെക്സ്റ്റിലും മനോരമ മാക്സിലുമായിട്ട് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ തമിഴിലെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടിയ ചിത്രമായിരുന്നു തായ്ക്കിളവി എന്ന് പറയുന്ന സിനിമ. തമിഴ് ഇൻഡസ്ട്രിയിൽ ഒരു സർപ്രൈസ് ഹിറ്റായിട്ട് മാറിയ ചിത്രം ഇപ്പോഴത്തെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ശിവകാർത്തികേയൻ പ്രൊഡക്ഷൻസും പാഷൻ സ്റ്റുഡിയോസും സംയുക്തമായിട്ട് നിർമ്മിച്ച ചിത്രത്തിൽ രാധിക ശരത് കുമാറാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ജിയോ ഹോട്ട്സ്റ്റാറിൽ ചിത്രം ഇതാ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഇതാ സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസ് ആരംഭിച്ച ചിത്രങ്ങളെ കുറിച്ച് നോക്കണം. ഒന്നാമത്തെ ചിത്രം മലയാളത്തിൽ നിന്നുള്ള ചിത്രമാണ്. ആശകളായിരം എന്ന് പറയുന്ന ജയറാം കാളിദാസ് ചിത്രമാണ്. ജയറാം തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രക്ക് ജി പ്രജിത്ത് അണിയിച്ച ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നാട്ട് ഏകദേശം 30 കോടിക്ക് അടുത്തുള്ളതൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. C5 OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഇന്നലെ മുതൽ ഇതാ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിതാ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആഴ്ചത്തെ സർപ്രൈസ് OTT റിലീസുകൾ ഏതൊക്കെയെന്ന് നോക്കിയാൽ തമിഴിൽ നിന്നുള്ള ചിത്രമാണ് യൂത്ത് എന്ന് പറയുന്ന സിനിമ. കെൻ കരുണാദാസ്, സുരാജ് വെഞ്ഞാർമൂട് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം കെൻ കരുണാദാസിനേത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 82 കോടി രൂപയോളം സ്വന്തമാക്കിയ ചിത്രം ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. തമിഴിന് പുറമെ തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ട് നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ആൻഡ്രേ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രമാണ് കാ ദി ഫോറസ്റ്റ് എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ഈ ഒരു സിനിമ സിംപ്ലി സൗത്ത് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തെലുങ്കിൽ നിന്നും ഈ ഒരു വർഷം തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു ഉസ്താദ് ഭഗത് സിംഗ് എന്ന് പറയുന്ന സിനിമ. വമ്പം പ്രതീക്ഷകളുമായിട്ട് എത്തിയ പവൻ കല്യാൺ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഹരീഷ് ശങ്കർ ആയിരുന്നു ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സ് ഈ ഒരു സിനിമ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. തെലുങ്കിന് പുറമെ തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി തുടങ്ങിയ ഭാഷയോടെയായിട്ട് നമുക്ക് ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ തെലുങ്കിൽ നിന്നും മറ്റൊരു ചിത്രം കൂടി ഈ ആഴ്ച OTT വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. സുയോധന എന്നാണ് സിനിമയുടെ പേര്. ഇപ്പോഴത്തെ ചിത്രം ഹോട്ട്സ്റ്റാറിലും പ്രൈം വീഡിയോസിലുമായിട്ട് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. തെലുങ്കിന് പുറമെ തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി തുടങ്ങിയ ഭാഷയോടെയായിട്ട് നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് ഈ ആഴ്ച റിലീസ് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമെത്തി ബി ഉണ്ണികൃഷ്ണൻ അണിയിച്ചൊരുക്കിയ പ്രതിച്ഛായ എന്ന് പറയുന്ന സിനിമയുടെ OTT അപ്ഡേറ്റ്സുകൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാർ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 24-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു വർഷത്തെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടിയ ചിത്രങ്ങളായിരുന്നല്ലോ വാഴ 2, അതോടൊപ്പം തന്നെ ആട് 3 എന്ന് പറയുന്ന സിനിമ. ആട് 3 എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ജയസൂര്യ കേന്ദ്ര കഥാപാത്രമാക്കി മിഥുൻ മനോഹർ തോമസ് അടിയിച്ചൊരുക്കിയ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 120 കോടി രൂപ കളക്ട് ചെയ്ത് ഇപ്പോഴും തിയേറ്ററുകളിൽ മികച്ച വിജയം സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി, അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ റിലീസ് തീയതി വരും ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയത്തിലോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണല്ലോ വാഴ 2 എന്ന് പറയുന്ന സിനിമ. ഹാഷിർ, വിനായക്, അജിൻ, അരൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ സബിൻസ അണിയിച്ചൊരുക്കിയ ചിത്രം 190 കോടിയും കടന്ന് 200 കോടിയിലോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സുകളും സ്വന്തമായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാർ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയെന്നാണ് ഇപ്പോഴത്തെ അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ റിലീസ് തീയതി ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഏപ്രിൽ മാസം ലാസ്റ്റോടുകൂടി തന്നെ നമുക്ക് വാഴ 2 എന്ന് പറയുന്ന സിനിമ
ജിയോ ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് ആരംഭിക്കുന്നു പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള ചിത്രങ്ങൾ ഏത് സിനിമ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്? കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.